അപ്പോൾ സോഫ്റ്റ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയില്ലേ ചണക്കൂരിൻ്റെ വിത്ത് വെച്ചിട്ട്, അതായത് മറ്റേ ചണക്കൂരിൻ്റെ വിത്ത് വെച്ച് നമ്മൾ ഇന്നലെ ഒരു സോപ്പ് ഉണ്ടാക്കിയില്ലേ, ഗ്ലിസറിൻ സോപ്പ്. അതിൽ നമ്മൾ ചെറിയ ലവിൻ്റെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അലോവേരയുടെ ജെല്ല് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കും. അതായത് ആ ഹാർട്ടിനെടുത്ത് നമ്മൾ സോപ്പിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ചെറിയ ഡിസൈനിൽ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടെ. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് ബേസ് ഒഴിക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വയ്ക്കും, നമ്മുടെ ഹാർട്ടിൽ ചിഹ്നം വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒഴിക്കും. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇത് കറക്റ്റായിട്ടിരിക്കും. ഓക്കെ, അത് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ബേസ് സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസ് വേണമെങ്കിലോ, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്, അതേപോലെ മോൾഡുകൾ, അതുപോലെ അലോവേര ജെല്ല്, ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 200 ഗ്രാം എടുത്തുള്ളൂ, 2 സോപ്പ് ലിക്വിഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലേ ചണക്കുരുല്, അത് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീക്കറിലേക്ക് ഇടാം കേട്ടോ. അത് ഉണ്ടല്ലേ, നല്ല ബേസ് കേട്ടോ. കണ്ട കൈമൊന്നും ഒട്ടി പിടിക്കില്ല. മേടിക്കുമ്പോൾ എല്ലാവരും നല്ല ബേസ് മേടിച്ചോളൂ കേട്ടോ. പൊട്ട ബേസ് മേടിച്ചിട്ട് നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അറിയില്ല ബേസ് എങ്ങനത്തെയാണ്, നമ്മൾ യൂസ് ചെയ്യാത്തൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ. നിങ്ങൾ ഒന്നിന് കടയിൽ പോയിട്ട് നല്ല ബേസ് ചോദിച്ച് മേടിച്ചോളൂ. ഇത് മെൽറ്റായതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്റ്റവ് ഓൺ ആക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയ മോൾഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മളിതിൽ അലോവേരയുടെ ജെല്ല് ചേർത്തുണ്ട്, അതുപോലെ വൈറ്റമിൻ ഇ ചേർത്തുണ്ട്, അതുപോലെ നമ്മൾ ഫ്രാഗ്രൻസ് ചേർത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ലേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 സോപ്പ് ലിക്വിഡ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അത് നമ്മൾ ലേശം ഒഴിച്ചു, നമ്മുടെ ഇതിലും കുറച്ച് ഒഴിച്ചു. അലോവേരയുടെ ഇതിൻ്റെ കഷ്ണമായിട്ടൊക്കെ എടുക്കുന്നത് പിന്നെ ഇവിടെ വെച്ച് കൊടുത്തു. നമ്മൾ സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 10 അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാണ് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് ഓറഞ്ചിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ സെറം, അതാട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഞാനൊരു കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് വേണം. ഫ്രാഗ്രൻസ് നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ നമ്മൾ മൊത്തം ഇപ്പോൾ 400 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ ബേസ്. അതായത് 4 സോപ്പിലേക്ക് എടുത്തു, അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 ഡ്രോപ്സോളം ചെയ്തിട്ടുണ്ട്, നേരത്തിന് നല്ല കളർ കിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ കളർ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞ കളർ കൂടുതൽ കിട്ടാനായിട്ട്. ഓക്കെ, നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ പതുക്കെ നടിച്ചു കൊടുക്കും. ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ചെയ്തിട്ട് നമ്മുടെ അലോവേരയും വിത്തും വെച്ചിട്ടുള്ള സോപ്പ് കണ്ടില്ലേ, ഹാർട്ടിൻ്റെ ചെറുത്. അപ്പോൾ അതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിലുള്ള അലോവേര ജെല്ലിൻ്റെ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.